5200 കേട്ടോ. ദിനേശ് ചേട്ടാ, ഈ ഫോണിന്റെ വില എത്രയാണെന്നറിയാ? സുലു, ഈ ബിജു ആരാന്ന്? അതിനെ ഞാൻ ചോദിക്കുന്നത്, ആരാന്ന് ഈ ബിജു ഇത്രയും വിലയുള്ള സാധനം മേടിച്ചു കൊടുക്കാൻ? വില സുലു, പണ്ട് ഞാൻ സൗത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് പൊതിച്ചോറ് കൊടുത്തു ഉച്ചക്ക് തിന്ന്. അപ്പം പൊതിച്ചോറിൽ ചോറ്, പിന്നെ ഏതെങ്കിലും ഒരു കറി, ഒരു പുളിങ്കറിയോ അല്ല പരിപ്പ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, പിന്നെ ഒരു അച്ചാർ, അത് മാത്രമേ ഉണ്ടാവും. വേറെ സൈഡൊന്നും ഉണ്ടാവില്ല. അപ്പം എനിക്കിത് ബാക്കി ചങ്ങായി വെള്ളം കാണുന്നതിൽ എന്തോ ഒരു നാണക്കേടായിരുന്നു. അപ്പം ഞാൻ ഈ പൊതി കൊടുത്തിട്ട് ക്ലാസ്സിൻ്റെ ഏതെങ്കിലും ഹോളിൽ പോയിട്ടിരിക്കും. അന്നേരം ഈ ബിജു ആണ് എൻ്റെ കൂടെ വന്നിരിക്കുക. എന്നിട്ട് ഓന് വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാൽ മുട്ട പൊരിച്ചതിൻ്റെ പകുതി എനിക്ക് തരും. അങ്ങനെ എത്രയോ പ്രാവശ്യം ഓൻ്റെ മുട്ട പൊരിച്ചതിൻ്റെ പകുതി കഴിച്ചിട്ടാണ് ഞാൻ. എന്തായാലും ആ മുട്ട പൊരിച്ചതിനേക്കാൾ വലിയ വിലയൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ലേ? അല്ല, മുട്ട പൊരിച്ചതിന് ഇത്രപാട് വിലയെല്ലാം ഉണ്ടാ? എല്ലാം നമുക്ക് അങ്ങനെ മെറ്റീരിയലിസ്റ്റിക്കായി ചിന്തിക്കാൻ കഴിയുക. നമ്മൾ വന്ന വയ്യെല്ലാം നമുക്ക് മറക്കാൻ കഴിയുക. ദിനേശാട്ടനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ. ഇതിപ്പോ 5298 തരമെന്നെല്ലാം പറയുമ്പോൾ നമ്മളെ നാട്ടിൽ ഏകദേശം 1,25,000 മേലെ എന്തായാലും വരും. നമുക്ക് തന്നെ ആവശ്യത്തിന് കൂടുതൽ ചെലവുണ്ട് അല്ലേ? ഓൻ ഫ്രീ ആയിട്ടൊന്നല്ലോ, ഓൻ പൈസ തരുന്നല്ലേ പറഞ്ഞേ. ഗാനം മാത്രം, മേഘം പോലെ, മേഘം മാത്രം. ബിജുവേട്ട ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അയച്ചിട്ടുണ്ട്. ഇവനൊരു പടപ്പനാണല്ലേ. രാവിലെ തന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഓടിപ്പോയിട്ട് പാച്ചറ്. കണ്ണു ഒരുപാട് തിരുമണ്ട, 250 റുപ്യ തന്നെയാണ്. മാസം 250 വെച്ച് ഒരു കൊല്ലാവുമ്പോഴത്തേക്ക് 3000, 10 കൊല്ലാവുമ്പോഴത്തേക്ക് 30,000. അപ്പോൾ ഫോണിൻ്റെ വില 1,26,000 വെച്ച് ഒരു 40 കൊല്ലാവുമ്പോഴത്തേക്ക് ബിജുവാട്ടൻ അടച്ചു തീർക്കുമായിരിക്കും അല്ലേ? 40 കൊല്ലം. 10 മുട്ട വാങ്ങി പൊരിച്ചു കൊടുത്താൽ തീരാവുന്ന കേസല്ലേ ഉണ്ടായിട്ടുള്ളൂ. 40 കൊല്ലം.